സോ ഹേ ദ ഗൈസ്, അപ്പം ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഒരു 5 minutes വ്ളോഗ്. അതായത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് എല്ലാം കാണിക്കാമെന്ന്. സോ നമുക്ക് തുടങ്ങാമല്ലേ? ഓക്കെ, ബൈ. സോ ഗൈസ്, ആദ്യം തന്നെ ഇതാണ് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന സ്ഥലം. ഹേ ഗൈസ്, ഇതാണ് എൻ്റെ അനിയത്തി എന്ന് പറയുന്ന ഒരു സാധനം. ഇതൊരു മണ്ടിയാണ്. അപ്പോൾ അല്ല, അപ്പോൾ ചുമ്മാ പറയാണ്, ഇതാണ് ഒരു മണ്ടി. അപ്പം എപ്പോഴും ഇരുന്ന് ഇങ്ങനെ തോണ്ടിയിരിക്കും. അതാണ് ഇവളുടെ ഒരു ജോലി, ഹോബീസ് എന്ന് പറയുന്നത്. റീഡിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. മതിയോ? സോ ഗൈസ്, പറഞ്ഞു തരുന്നില്ല, അതിന് മുമ്പ് അവൾ വോയിസ് ഇടാൻ തുടങ്ങി, അവളുടെ ഫ്രണ്ടിന്. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് പോകാം. ഓക്കെ, ഇങ്ങനെ വളരെയധികം സാഹസികമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഫസ്റ്റ്ലി നമ്മളുടെ കഴപ്പുഴിച്ചാണ്. സോ ഇതാണ് കഴപ്പുഴിച്ച്. സോ ബാക്കിലൊരു കാട് കിടപ്പുണ്ട്. സോ എൻ്റെ തൊട്ട് ബാക്കിലൊരു ഗാർഡനാണ്, അത് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാം. ഓക്കെ, അപ്പം സോ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ കഴപ്പുഴിച്ചിൽ വെണ്ണ കിടപ്പുണ്ട്. 2009 മോഡലാണ്. സോ VGT നമ്പർ പ്ലേറ്റ് വരുന്നത് 8585. സോ KL 248585. സോ ഇത് നല്ല പുരാവസ്തു ആയതുകൊണ്ട് തന്നെ പപ്പ ആർക്കും കൊടുക്കില്ല. സോ വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാണ്. എന്താ പറയുക, നമ്മുടെ മുത്താണ് സാധനം, നമ്മുടെ മുത്താണ് ഈ വരണ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ മെയിൻ എൻട്രിയാണ്. സോ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തിറങ്ങി പോവാം. സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ലോകത്തിൻ്റെ അറ്റം വേണമെങ്കിലും ഈ ഗേറ്റ് തുറന്നിറങ്ങിപ്പോയാൽ പോവാം. അതാണ് ഇത്. ഓക്കെ, എന്നിട്ട് എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന വേറൊരു പോയ്സാണ്. സോ ഗൈസ്, ഇത് വേറൊരു പോയ്സാണ്. ദിസ് ഈസ് ബൊലേറോ 2014 മോഡൽ. ഇസ്രായേൽ ലൈക്സ് ആണ്. സോ ഇവന് നമ്മുടെ ഒരു വലിയൊരു മുത്താണ് ഗൈസ്. അപ്പം സോ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോവാം. എന്താ പറയുക, ഹമ്പും കാര്യങ്ങളും വലിയ കട്ടറുള്ള റോഡാണെങ്കിൽ പോലും ഇവൻ കയറിപ്പോവും. KL 24G 3974. ഇതാണ് ഇവൻ്റെ നമ്പർ. ഓർത്ത് വെച്ചോ. ഈ നമ്പർ എവിടെ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരാ ഇട്ടേക്കണം കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇവനെ കൊണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ പോകുന്നതാണ്. സോ നീ ഇവിടെ കിടന്നോ. ഇനി നേരെ നമുക്ക് ബാക്ക് സൈഡ് വഴി നേരെ ഗാർഡൻ. പിന്നെ അതെ നമ്മുടെ ഇവൻ സോ ദിസ് ഈസ് ഗ്ലാമർ. ഇത് 2007 മോഡലാണ്. അപ്പം ഭയങ്കര പഴയതാണ്, പക്ഷേ എന്നാലും എന്താ പറയുക, ഒരു പുതിയ ബൈക്ക് പോലെയല്ലേ ഇറങ്ങുന്നത്. സോ ദിസ് ഈസ് എന്താ പറയുക, പപ്പ എവിടെ കൊണ്ടുപോയാലും ഇത് കൊണ്ടു. സോ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടേക്കും. KL 248598. ദിസ് ഈസ് ദ നമ്പർ. സോ ഇതിനെയും ഒരു ഹായ് കാണിച്ചേക്കണേ. ഓക്കെ, സോ നമ്മൾ നേരെ നടന്ന് ബാക്ക് സൈഡിലേക്ക് പോവുക. അപ്പോൾ ബാക്ക് സൈഡ് എന്താ പറയുക, കഴിഞ്ഞിടയ്ക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. മേലോട്ട് പോകുമ്പോൾ സ്റ്റേഴ്സ് ആണ്. അപ്പ് സൈഡിൽ പോവാം. മേലിൽ കുറച്ച് ഡ്രസ്സ്, ഈ എയർ ഡ്രയർ അല്ലേ, അതാണ് മേളിൽ. സോ ഇവിടെ ഫുള്ള് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. ദിസ് ഈസ് എന്താ പറയുക, പേരൊക്കെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഗുവ. സോ ഇതാണത്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും കറി വയ്ക്കുന്ന സാധനമാണ്, കോവയ്ക്ക. സോ ഇതിനകത്ത് എല്ലാം കിടപ്പുണ്ട്. സോ അതാണിത്. പിന്നെ കുറച്ച് ഫാമിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇതെന്ന് പറയുമ്പം ഈ വീട് മേടിച്ചപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്നതാണ്. ഒരു ഔട്ട് ഹൗസ് പോലെയാണ്. സോ ഇതൊരു റീകൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു വൺ സെറ്റപ്പ് ആക്കി എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോഴല്ല, പിന്നെ. സോ ദിസ് ഈസ് കിച്ചൺ. അപ്പം ഈ വഴിയും വീടിൻ്റെ ഉള്ളിൽ കയറാം. സോ ഇവിടെ ഒരു ഊഞ്ഞാല് കിടപ്പുണ്ട്. സോ നമുക്ക് എന്താ പറയുക, ഫ്രീ ടൈം ഉള്ളപ്പം ബുക്സ് എടുത്ത് വായിച്ച് ഇവിടെ നിന്ന് എന്താ പറയുക കിടക്കാം. ഇവിടെ നിന്ന് എന്താ പറയുക, കാറ്റ് ആസ്വദിക്കാം. സെറ്റാണ്. ഇവിടുന്ന് ബാക്കിലോട്ട് കഴിയുമ്പം നേരെ നമ്മുടെ ഏരിയ. ഇവിടെയും കുറച്ച് ഡ്രസ്സ് ഇടാം, എയർ ഡ്രൈ. സോ ഇവിടുന്ന് നേരെ അങ്ങ് താഴെ വരെ നമ്മുടെ ഏരിയ തന്നെയാണ്. അങ്ങൊരു മതിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ദിസ് ഈസ് അവർ ബിൽഡിങ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ എന്താ പറയുക, ഭയങ്കര രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. സോ ദിസ് ഈസ് ബിൽഡിങ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ കഴുകണ സ്ഥലം, വാഷിംഗ് ഏരിയ. സോ നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ കഴുകാം. എന്താ പറയുക, നല്ല രീതിയിൽ കഴുകി സെറ്റാക്കി തരുന്ന സ്ഥലം. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ടാപ്പ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം എടുത്ത് ഇവിടെ വെച്ച് കിടിലായിട്ട് കഴുകാം. എന്നിട്ട് അവിടെ കൊണ്ട് വിധിച്ചിടാം. എന്താ അല്ലേ, ഭയങ്കര സെറ്റപ്പ്. സോ ഗൈസ്, ഇവിടുന്ന് നടന്ന് നമ്മൾ പോയാൽ തന്നെ ആ താഴെ ബിൽഡിങ്ങിലെത്താം. സോ 2 വേ ഉണ്ട്, അവിടെ നിന്ന് വേണ്ടി പുറത്തുനിന്നും പോയാൽ. പിന്നെ ഇവിടെ ഞാൻ പറയാം, ഇവിടെ ഫുള്ള് ഫാമിങ് ഏരിയ ആണ്. സോ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് ചക്ക, പ്ലാവ്, തേങ്ങ, പിന്നെ മാങ്ങ,
അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ വെക്കാം, നിങ്ങൾക്ക് ഒരു വിഷയമില്ല. എന്നുണ്ട് അവിടെ ഒരു വാഴ നിൽപ്പുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഒരു മാംഗോ ആണെന്നാണ് തോന്നുന്നത്, മാവ്. അതെ, അപ്പോൾ സെറ്റാണ്, വൈബാണ്. ഈ ഒരു സ്പേസാണ് ഞാൻ ആദ്യമേ ഇൻട്രോ എഴുതപ്പം പറഞ്ഞ സ്ഥലം. എന്താ പറയുക, അവർ വർക്ക് ചെയ്യുന്ന സ്ഥലമല്ല, അതാണിത്. പിന്നെ ഇവിടെ നിന്ന് നേരെ നോക്കുകയാണെങ്കിൽ മമ്മീൻ്റെ പക്ക ഗാർഡനും കാര്യങ്ങളാണ്. നമ്മൾ നേരെ പോഴ്സിലെത്തി. സോ ഗാർഡനും കാര്യങ്ങളുമാണ്. എങ്ങനെയുണ്ട് പോർച്ചും കാര്യങ്ങളും ഒക്കെ. ഈ ഒരു പേളില്ലേ, പേള് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചതാണ്. കാരണം നല്ല രസമുണ്ട്. ഇവിടെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത മേടിച്ചിട്ട് ഫുള്ള് ആ ഒരു സ്ക്വയർ, ആ ഒരു ഏരിയ വരെ വെക്കാൻ വേണ്ടിയാണ്. സോ ഇവിടെ ഫുള്ള് പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യടാ, നിങ്ങൾക്ക് അയച്ചു തരാം. കേട്ടാ, ഇവിടുന്ന് അങ്ങ് അറ്റം വരെ പ്ലാന്റ് ആണ്. ഇത് ഇവിടെ കണ്ട, ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് അറിയില്ല, പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോ പ്ലാന്റും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടാ മുനയിടാ, സെറ്റല്ലേ? പിന്നെ ഇതാണ് റോസ്. ആകപ്പാട് അറിയാൻ എത്ര പെമ്പിള്ളേർ കൊടുത്തിട്ടുള്ളത്. സോ പിന്നെ അതേ വൈറ്റ് റോസ്, ഇതും അത് തന്നെ എത്ര പെമ്പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നതല്ലേ. സോ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട 2 ഫ്ലവേഴ്സാണിത്. ഒന്ന് ഇത്, 2 ഇത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വെറൈറ്റി സാധനങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇത് ആന്തോറിയമാണോ ഓർക്കിഡാണോ എന്ന് എനിക്കറിയില്ല. രണ്ടും എന്താ പറയുക, എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഇത് ഏത് ഫ്ലവറാണ്. ഓക്കെ, ഇതും നൈസാണ്. വൺ ഓഫ് ദ എന്താ പറയുക ബ്യൂട്ടിഫുൾ സാധനം. ഓക്കെ, കൊള്ളാം. പിന്നെ ഇത് എനിക്കറിയാം, സ്നേക്ക് പ്ലാന്റ്. നമ്മളെല്ലാവരുടെയും കീഴിലുണ്ട്, എപ്പോഴും ഉണ്ട്. എന്താ പറയുക, കുറച്ച് എന്താ പറയുക ഡെക്കറേഷൻ പരിപാടികളൊക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ വെക്കുമ്പം നല്ലൊരു എന്താ പറയുക വൈബാണ് അല്ലേ. സോ ദിസ് ഈസ് സ്നേക്ക് പ്ലാന്റ്. ഗൈസ്, ഞാൻ ഇങ്ങനെ നിന്നപ്പം എൻ്റെ തൊണ്ട ചെറുതായിട്ട് എന്താ പറയുക പനിയായിരുന്നു. 2 days 3 days 4 days. അപ്പോൾ 4 ദിവസം എനിക്ക് പനിയായിരുന്നു. സോ അപ്പോൾ കുറച്ച് സൗണ്ടിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് പ്രാർത്ഥന. അപ്പോഴത്തെ കേൾക്കുന്നുണ്ടോ? അപ്പോഴത്തെ വീട്ടിൽ പ്രെയർ നടക്കുക. സോ എനിക്ക് പോകാൻ പറ്റിയില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഫാസ്റ്റിംഗ് പ്രെയറോ സംതിങ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സോ നമുക്കിപ്പം വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. സോ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. തൊട്ട് താഴെ ഒരു വലിയൊരു പരിപാടിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് എന്താ പറയുക കമൻറ്റ് ചെയ്യണം. ഓക്കെ. സോ ഞാൻ കുറച്ച് നേരം മുന്നേ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാൻ. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾക്ക് കാണാം. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് എത്രത്തോളം കൊള്ളാമെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ ഒരു 9 o'clock അല്ലെങ്കിൽ ഈവനിങ് ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ട് പോകണം. ഇപ്പോൾ ഭയങ്കര വെയിൽ, ചുറ്റുകൊള്ളുന്ന വെയിൽ, ക്ലൗഡ്സ്. സോ ഗൈസ്, കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ക്ലൗഡിയാണ്. സോ എന്താ പറയുക ഭയങ്കര സണ്ണിയാണ്. പിന്നെ ഇതാണ് ആ ഏരിയ. നിങ്ങൾക്ക് കാണാം എന്താ പറയുക ഗേറ്റ് ഭയങ്കര ഡ്രാഗൺ ഫ്രൂട്ടാണ് ഐറ്റം. ഓക്കെ, ഈ കാണുന്ന ഓരോ പ്ലാന്റും ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാനൊന്ന് ചോദിച്ചു നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ കയറും, അല്ലെങ്കിൽ പുറത്ത് നിന്ന് വീഡിയോ വേണം. പിന്നെ താഴോട്ടും കുറച്ച് പരിപാടികളുണ്ട്. ഇതിനകത്ത് വൻ സെറ്റപ്പാണ് ഗൈസ്. നമുക്ക് ഒരു ദിവസം ഇതിൻ്റെ ടൂറായിട്ട് തന്നെ അകത്ത് കയറാം. ഇതൊരു കാര്യങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എന്നതാ പറയുകയാണെങ്കിൽ ഈ നല്ല ചൂടത്ത് കുറച്ച് ചോറ്, കുറച്ച് ചിക്കൻ കറി, കുറച്ച് തോരൻ, പറ്റുകയാണെങ്കിൽ കുറച്ച് മോരൊക്കെ കൂട്ടി കഴിയുകയാണെങ്കിൽ സ്വർഗം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട് തുറന്നകത്ത് കയറി. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. അതാണ് വിഷയം. എന്താ പറയുക, ഈ ഒരു തണൽ അവിടെ നമ്മൾ ചോറുണ്ണായിരിക്കാം. അതായത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു സ്പേസാണ്. ഇവിടെ നമ്മൾ ഇലയൊക്കെ വെട്ടിയിരുത്തി തറയിലോട്ടൊരു പായൊക്കെ വിരിച്ചിട്ട് ഒരു പിക്നിക്ക് പോലത്തെ സ്പോട്ട്. കൊള്ളാം. ഇത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഫിഗ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഫിഗ്? പക്ഷെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഫിഗ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അത് ഇവിടെ നിന്നുമില്ല, പുറത്തു നിന്നൊക്കെയാണ്. ഇസ്രായേലിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കഴിച്ചതാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു ഫിഗ് ട്രീയും കുറേ ഫിഗ് ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ കഴിക്കും?
ഒരു പിടിയില്ല ഗൈസ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീണ്ടും കമൻറ്റിലൊന്ന് രേഖപ്പെടുത്താം. ഓക്കെ, പക്ഷെ വെയിൽ വന്നതുകൊണ്ട് കുറച്ചൊക്കെ സിറ്റുവേഷൻ കയറട്ടെ. കാരണം പനി വന്നത് മാറിപ്പോയി, പിന്നെന്താ പറയുക, ഭയങ്കര വെയിലായിപ്പോയി, ഒരുമാതിരി ഡള്ള. അതാണ് വിഷയം. ഇത് ചെയ്യാൻ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ബൊലേറോയുടെ അടുത്തെത്തി. സോ നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകാം. സോ അത്യാവശ്യം കിടിലൻ ക്ലൗഡ്സ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മേഘമൊക്കെ കാണുമ്പോൾ. ഇതാണ് എന്താ പറയുക, ഭയങ്കര സണ്ണി ആണെങ്കിലും നല്ല രസമാണ്. മേഘമൊക്കെ കണ്ടു എപ്പോഴും വൈബ് കൊള്ളാം. നമ്മൾ നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുവാണേ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പറയുക, ചൂട് ചോറ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐറ്റംസ് ചിക്കൻ കറി, കുറച്ച് മോര്, തോരൻ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിച്ച്. ചിക്കൻ കറി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ബാക്കി കറികളുടെ കാര്യം എനിക്കറിയില്ല. അപ്പം അത് ഈ ചൂടത്ത് കഴിക്കുമ്പോൾ പൊളിയാണ്, വൈബാണ്. നേരത്തെ കാണിച്ച മണ്ടി ഇവിടെ പോകുന്നു. എപ്പോഴും മൊബൈൽ തന്നെ ഇങ്ങനെ തോണ്ടിയിരിക്കും, അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല വയറ് നിറച്ച് നല്ല കിടിലൻ ചോറ് കഴിച്ചു. ചിക്കൻ കറി, പിന്നെ ചക്ക ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി നല്ല ചോറായിരുന്നു കേട്ടോ. അടിപൊളി ചോറ് ഉച്ചയ്ക്ക് കഴിച്ചതാണ് നമ്മൾ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, കൊള്ളാം. അങ്ങനെ കഴിച്ച് ചൂടത്ത് വാടി ഒലഞ്ഞിരിക്കുകയാണ്. ചോറൊക്കെ കഴിച്ച് കേട്ടോ. ചോറൊക്കെ കഴിച്ച് സെറ്റായി വൈബായിട്ട് ഇങ്ങനെ ചേറിലിങ്ങനെ ഇരുന്ന് കറങ്ങാണ്. സോ എന്താണ് പറയുക, വൈകിട്ടൊരു 4 മണിയാകുമ്പോഴത്തേന് ചായ, പറ്റുവാണെങ്കിൽ ചായ വീട്ടിൽ നിന്ന് കുടിക്കുക. അല്ലെങ്കിൽ നമ്മൾ മറ്റേ സ്പോട്ട് ഉണ്ടല്ലോ, ഓടനാട്ടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം റീലിട്ടായിരുന്നു, ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. ജസ്റ്റ് എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കയറി കാണാൻ കണ്ടില്ലെങ്കിൽ. അപ്പം അവിടെ പോയി പറ്റുവാണെങ്കിൽ ചായ കുടിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന്. സോ യെസ്, ഉച്ചയ്ക്ക് ഇവളുടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കണമെന്ന് പറയും. അപ്പോൾ അവൾ ഒരുങ്ങി. അപ്പം നമുക്ക് നേരെ ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഓക്കെ, അപ്പം ഫോട്ടോഷൂട്ട് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, ഇപ്പം സമയം ഒരു 6:30 ആയി കാണും. സോ ഞാൻ നാളെ എനിക്കൊരു വോട്ടിടാൻ പോകുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് വോട്ടാണ്. വയസ്സ് 10-23 ആയെങ്കിൽ ഇതുവരെ ഞാൻ വോട്ടിട്ടിട്ടില്ല ഗൈസ്. അതുപോലെ നാളെ നമ്മൾ വോട്ടിടാൻ വേണ്ടി പോവുകയാണ്. സോ അതിൻ്റെ ഒരു പേപ്പർ ഞാൻ എന്താ പറയുക, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കളഞ്ഞു. എന്ത് ചെയ്യാനാണ്, അതൊന്നുകൂടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് വരണം. എന്നിട്ട് നാളെ രാവിലെ പോയി വോട്ട് ചെയ്യണം. അതാണ് ഞാനിപ്പം പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോകാമല്ലേ? അപ്പോൾ നമുക്ക് പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് വരാം. വണ്ടി വിടാം. ഓക്കെ, ബൈ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പേപ്പർ എടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇനി ഇതുകൊണ്ട് നാളെ രാവിലെ പോകാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എടുത്തത്, ഈ ഡിജിറ്റൽ സേവാ കേന്ദ്രം കോമൺ സർവീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ്. അപ്പോൾ സോ നമ്മൾ രാവിലെ കാണാം. അപ്പോൾ ഗൈസ്, ഇതുവരെ ഒരു പ്ലാനും ഇല്ല എങ്ങോട്ട് പോകണമെന്ന്. നോക്കാം, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണം. ഓക്കെ, സോ ഗൈസ്, നേരത്തെ നമ്മൾ വീഡിയോ എടുത്ത് നമ്മുടെ ഉടനാവട്ടത്തെ ചായക്കടയിൽ നമ്മൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നല്ല തിരക്കുണ്ട്, കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, എന്തോരം നല്ല തിരക്കാന്ന് കണ്ടോ. ഭയങ്കര തിരക്കോട് തിരക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തിരക്ക് കാണുക പോലുമില്ല. ഫുൾ തിരക്ക്. സെറ്റ് വൻകിടിലം ചായ, അതേ സാധനം തന്നെ കുടിച്ച് സെറ്റായി. ഓക്കെ, അപ്പം നമ്മൾ പോവാം. ബൈ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, സോ യെസ്, നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. പുറത്ത് പോയി എന്തിനാണെന്ന് അറിയാത്തില്ല, കാരണം നമ്മൾ കുറച്ച് ഡ്രസ്സസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം പോയിട്ട് നമുക്ക് ഹേയ് ഹലോ ഉണ്ട്. അപ്പം സോ ഗൈസ്, നമ്മൾ അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ AM സിൽക്സ് കൊട്ടാരക്കരയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് AM സിൽക്സ് കൊട്ടാരക്കര. ഭയങ്കര രസം. സോ ഗൈസ്, ഒരു സെറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം എങ്ങനത്തെയാണ് സംഭവം. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നല്ല രസം കാണും. അപ്പോൾ അടിപൊളിയാണ് അല്ലേ?
പക്ഷെ എന്ത് രസമല്ലേ ഒരു ഫ്രോക്ക് കാണുമ്പോൾ കൊള്ളാം. ഭയങ്കര പൂവിൻ്റെ കൂട്ട് തന്നെ നിൽക്കുന്നത്, വിടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് എല്ലാം നല്ല രസമുണ്ട്. ഒരുമാതിരി ബൊക്കെയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ. എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേർക്കൊക്കെ എടുക്കണമെങ്കിൽ AM സിൽക്സ് കൊട്ടാരക്കര വന്നെടുക്കാം. ഞാൻ ഭയങ്കരമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ണുപൂട്ടി ഞാനൊരു പാൻറ്റും ഷർട്ടും എടുത്തു. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഐ ലവ് കൊട്ടാരക്കര. ഇത് എൻ്റെ ബാക്കി ഐ ലവ് കൊട്ടാരക്കര കാണാം. സോ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇവിടുത്തെ പുതിയൊരു ഹോട്ടലിലാണ്, റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിങ്സ് ഹവായ്. അപ്പോൾ ഇവിടെ കുഴിമന്തി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാമോ എന്ന് നോക്കാം. നമുക്ക് കയറി നോക്കിയിട്ട് പ്രൊമോഷൻസും കാര്യങ്ങളും ഒന്ന് മേടിക്കാമല്ലേ, നോക്കാം. ഇതാണ് ഗൈസ് കട, ഹവാഷ് ഫുഡ് കോർട്ട് കോർണർ. നോക്കാം, നമ്മളെല്ലാവരും ഉണ്ട്. രാത്രിയിൽ നമ്മൾ കഴിച്ചതെന്ന് പറയുമ്പോൾ ഒരു ബീഫ് ബിരിയാണിയും പിന്നെ ഒരു അൽഫാമും മേടിച്ചു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ലൈം സോഡയും കൂടെ മേടിച്ചു, ഒരു ഫിനിഷിങ്ങിന് വേണ്ടി. സോ ഗൈസ്, ബിരിയാണി എന്ന് പറയുന്നത് എന്താ പറയുക, കുഴപ്പമില്ലായിരുന്നു, കൊള്ളാം. പക്ഷേ എന്താ പറയുക, അതിനകത്ത് ആ മസാലയൊക്കെ കുറവായിരുന്നു. കുറച്ചുകൂടെ മസാലയൊക്കെ കൂട്ടി സെറ്റാക്കുവാണെങ്കിൽ കൊള്ളാം. പിന്നെ എന്താ പറയുക, കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അൽഫാമും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താ പറയുക, ഇത് നമ്മുടെ ഹവായ് ഫുഡ് കോർണറാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. സോ അപ്പോൾ നമ്മൾ ഇത്രയും ആണ് ഇന്ന് ചെയ്ത ദിവസം എന്ന് പറയുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ചെയ്തു നോക്കുക, പിന്നെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ ഗൈസ്, ഉറങ്ങാൻ പോവാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.